പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ മാരാണത്തെ യൂട്യൂബ് ചാനലിലൂടെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമാകുന്ന വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവരെയും വലിയ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ശരീരസുഖമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ നടത്താൻ പറ്റിയില്ല. എന്നാൽ ഈ ഞായറാഴ്ചത്തേക്കുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് അല്പസമയം വായനകളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. ഈ ഞായറാഴ്ച വാങ്ങിപ്പിന് ശേഷം 4-ാമത്തെ ഞായറാഴ്ചയാണ്. പ്രത്യേകിച്ച് ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട ഞായറാഴ്ചയും കൂടിയാണ്. പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന വചനങ്ങൾ സന്ധ്യാവായനയിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ വാക്യങ്ങളും, പ്രഭാതത്തിൻ്റെ വായനയിൽ അതേ സുവിശേഷത്തിൽ അതേ അധ്യായത്തിൽ 12 മുതൽ 22 വരെ വാക്യങ്ങളുമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് പഴയ നിയമ വായനകൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങളും പിന്നെ 11-14 വാക്യങ്ങളുമാണ്. അതുപോലെ രണ്ടാമത്തെ വായന ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 5 വരെ വാക്യങ്ങളാണ്. മൂന്നാമത്തെ വായനയായിട്ട് യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 16 മുതൽ 20 വരെ വാക്യങ്ങളാണ്. വിശുദ്ധ കുർബാനയ്ക്കുള്ള ലേഖനങ്ങൾ, ഒന്നാമത്തെ ലേഖനം 1 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങളും, രണ്ടാമത്തെ വായന പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16 മുതൽ 23 വരെ വാക്യങ്ങൾ. ഏവൻഗേലിയോൻ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങളാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിനാൽ ഈ ശുശ്രൂഷ നയിക്കപ്പെടുവാൻ തക്കവണ്ണം കൃപ ചൊരിയണമേ. ബലഹീനനായ എന്നിലൂടെ അവിടുത്തെ ആത്മാവ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമായി ധ്യാനിക്കുന്ന വിഷയങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ധ്യാനിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താൽ നിറഞ്ഞ് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കൃപ ചൊരിയണമേ. അനേകർക്കത് സൗഖ്യത്തിനും സമാധാനത്തിനും കാരണമായി തീരണമേ പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വിശുദ്ധിക്ക് കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിവന്തികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേ. പ്രിയമുള്ളവരെ, സന്ധ്യാവായനയും പ്രഭാത വായനയും ഞാൻ ഞങ്ങളോട് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 22 വരെ വാക്യങ്ങളിലാണ് രണ്ടിലും കൂടി വന്നിരിക്കുന്നത്. നമ്മൾ പല പ്രാവശ്യവും ഈ കുർബാനയ്ക്ക് ഒരുക്കമായി തന്നെ ധ്യാനിച്ചു പോയ ഭാഗങ്ങളാണത്. പ്രത്യേകിച്ച് നമുക്കത് എടുത്ത് ഇനി ധ്യാനിക്കേണ്ട ആവശ്യം ഇല്ല. ഒന്ന്, സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണെന്ന് യേശുവിനോട് ചോദിക്കുന്നു. രണ്ടാമത്തെ ചിന്ത അവിടെ പറയുന്നത് ദുഷ്പ്രേരണകളാണ്. ഇടർച്ച വരാതിരിക്കുന്നത് നല്ലത് എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ ധ്യാനിച്ചു പോയതാണ്. അതുപോലെ വഴിതെറ്റിപ്പോയ ആടിൻ്റെ ഉപമ, 99 വിട്ട് കാണാതെ പോയ ഒന്നിനെ തേടുന്ന ഉപമ. മറ്റൊന്ന്, പരസ്പരം സഹോദരൻ തെറ്റ് ചെയ്താൽ തിരുത്തുക എന്നുള്ള ഭാഗമാണ്. അത് നമ്മൾ ധ്യാനിച്ചു പോയതാണ്. 70 വട്ടം ക്ഷമിക്കണമെന്നൊക്കെ നമ്മളെ പഠിപ്പിച്ച ഭാഗമാണ്. അതുകൊണ്ട് നമുക്കവിടെ കൂടുതൽ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അത് കഴിഞ്ഞ ഞായറാഴ്ചകളിലൊക്കെ ധ്യാനിച്ചു പോയതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പഴയ നിയമത്തിലൂടെ ഇന്ന് നമുക്ക് ആരംഭിക്കാം. പഴയ നിയമത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് പുറപ്പാട് പുസ്തകത്തിലാണ് നമ്മൾ ആദ്യം വായിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ദൈവം മോശയെ വിളിക്കുന്ന ഭാഗമാണ്. മോശയെ ദൈവം ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി വിളിക്കുന്ന ഭാഗമാണ്. മോശ
ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എൻ്റെ അമ്മായിയപ്പനും മിദിയാനിലെ പുരോഹിതനുമായ യത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകൾ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. മോശ മിദിയാനിലെ പുരോഹിതനും അമ്മായിയപ്പനുമായ യത്രോയുടെ ആടുകളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കണ്ട ദൃശ്യമാണ്. ഹോറേബ് മലയുടെ മറുഭാഗത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ടു. അവിടെ പ്രത്യേകത കണ്ടത് മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, പക്ഷെ ചാമ്പലാകുന്നില്ല, അത് ചാരമായി പോകുന്നില്ല. അത് അത്ഭുതമായി മോശയ്ക്ക് തോന്നി. അതൊരു വലിയൊരു ദൃശ്യമായിട്ട് മോശയ്ക്ക് തോന്നി. ആ ദൃശ്യത്തിനടുത്തേക്ക് മോശ കടന്നു പോവുകയാണ്. അപ്പോഴാണ് ദൈവം മോശയോട് പറയുന്നത്, മോശെ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാകുകയാൽ നിന്റെ ചെരുപ്പഴിച്ച് മാറ്റണമെന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, എപ്പോഴും മനുഷ്യനെ ദൈവം പല കാര്യങ്ങളിലും സഹായിക്കുന്നതിനും പല കാര്യങ്ങളും അറിയിക്കുന്നതിനും ദൈവം സംസാരിക്കുന്ന അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയുമാണ്. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയൊക്കെ മനുഷ്യനോട് സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മനുഷ്യൻ തിരിയാനും ശ്രദ്ധിക്കുവാനും ഇത് ഉപകാരപ്പെടും. ഇവിടെ മോശ ആടിനെ തീറ്റി നടക്കുമ്പോൾ അവൻ്റെ വ്യഥകളും അവൻ്റെ പ്രയാസങ്ങളും അവൻ്റെ ചിന്തകളൊക്കെയാണ്. ഒരു സമയത്ത് അവൻ ഫറവോയുടെ കൊട്ടാരത്തിൽ മാന്യമായ ജീവിതം നയിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ ആ ജീവിതം വിട്ട് വേറൊരു വീട്ടിൽ വന്ന് ആടിനെ തീറ്റുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉന്നതത്തിൽ നിന്ന് ഒത്തിരി ഇല്ലായ്മയിലേക്ക്, ഒത്തിരി കഷ്ടതയിലേക്ക് വന്നിരിക്കുന്നു. ഒത്തിരി ഉന്നതത്തിൽ നിന്ന് ഒത്തിരി കഷ്ടതയിലേക്ക് വന്നിരിക്കുന്ന മോശയെ സംബന്ധിച്ചിടത്തോളം ജീവിതം അത്ര സുഖകരമല്ല, ജീവിതം അത്ര സന്തോഷം നൽകുന്നതല്ല. അപ്പോഴാണ് ഒരു സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ ഒരു ചിന്തിക്കാൻ പറ്റുന്ന, ധ്യാനിക്കാൻ പറ്റുന്ന ഒരു ദൃശ്യം കാണുന്നത്. എന്താണ് ദൃശ്യം? മുൾപ്പടർപ്പ് കത്തുന്നു, എരിഞ്ഞ് ചാമ്പലാകുന്നില്ല. അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ്. അപ്പോൾ പെട്ടെന്ന് ആ അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യത്തിലേക്ക് മോശ തൻ്റെ ഈ ആടുകളെല്ലാം ഒരു നിമിഷം മറന്നിട്ട് അങ്ങോട്ട് ഓടിച്ചെല്ലുകയാണ്. അങ്ങോട്ട് ഓടിച്ചെല്ലുമ്പോൾ ദൈവം പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിൻ്റെ ചെരുപ്പഴിച്ച് മാറ്റാൻ പറയുക. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ മാതാവിനെക്കുറിച്ച് പിതാക്കന്മാർ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ഈ മുൾപ്പടർപ്പ് മാതാവായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ മുൾപ്പടർപ്പ് മാതാവായിരുന്നു എന്ന് പറയുന്നു. പരിശുദ്ധ കന്യക മറിയാമാണ് ഈ മുൾപ്പടർപ്പ് എന്ന് പിതാക്കന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രഭാത പ്രാർത്ഥനയിൽ ഇങ്ങനെ പാടുന്നുണ്ട്, മുൾമരമേരിയാതെരിതീതൻ നടുവിൽ കണ്ടതുപോൽ ദൈവം കന്യക തന്നിൽ വസിച്ചു ശരീരം പൂണ്ടു, അതിനാൽ ഭംഗവുമാ കന്യ വ്രതമുദ്രയ്ക്കുണ്ടായില്ല. കുർബാനയ്ക്ക് ഒരുക്കമായിട്ടുള്ള ഗീതത്തിൽ മുൾമരം എരിയാതെ എരിയുന്നത് കണ്ടിട്ട് അത് ദൈവം കന്യക മറിയാമിൽ വസിച്ച് അവളുടെ ഗർഭപാത്ര, അവളുടെ കന്യകത്വത്തിനൊരു ഭംഗവും വരാതെ ദൈവം കന്യകയിൽ വസിച്ചു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ്, സൂചനയാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതൊരു മഹാദൃശ്യമാണ്. അത് ധ്യാനിക്കേണ്ട വിഷയമാണ്. അതൊത്തിരി ഇങ്ങനെ ആഴത്തിലേക്ക് ചിന്തിച്ചു പോകേണ്ട ഒരു കാര്യമാണ്. മോശ അങ്ങനെ ആഴത്തിലേക്ക് ആ വിഷയം ചിന്തിച്ചു പോയപ്പോൾ മോശ ദൈവസ്വരം കേട്ടു. പ്രിയമുള്ളവർ, നമ്മൾ കാണുന്ന അത്ഭുതങ്ങളും നമ്മൾ കാണുന്ന അടയാളങ്ങളൊക്കെയും കുറച്ചും കൂടി ആഴത്തിലേക്ക് നമ്മൾ ധ്യാനിക്കാൻ തക്കവണ്ണം ഒരു ഹൃദയൊരുക്കം നമുക്ക് ആവശ്യമാണ്. കുറച്ചും കൂടി ആഴത്തിലേക്ക് നമുക്ക് ചിന്തിച്ച് പോകുവാനായിട്ട് സാധിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒരു സുവിശേഷ പ്രസംഗകൻ വളരെ ഡീപ്പായിട്ട്, വളരെ ആഴത്തിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് സംസാരിച്ചു. ദാനിയേലിൻ്റെ വിശ്വസ്തതയും ദാനിയേലിൻ്റെ ശത്രുസ്നേഹവും ദാനിയേലിൻ്റെ ദൈവസ്നേഹമൊക്കെ വളരെ എടുത്ത് പ്രസംഗിച്ചു. എന്നിട്ട് നമുക്ക് ആ ഗുണങ്ങളുണ്ടോ
എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ പ്രസംഗം കേട്ടോ 1-2 പേര് പിന്നെ വന്ന് പറഞ്ഞു, എന്ത് പ്രസംഗം, എന്തിന് ഇയാളെ വിളിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊന്നും യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചിരി തരുന്നതും മനസ്സിനൊരു കുളിർമ തരും, ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണെങ്കിൽ കേട്ടിരിക്കാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ആഴമേറിയ ഒരു ദൈവദർശനം വേണമെന്ന് സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്നില്ല. സാധാരണ മനുഷ്യർക്ക് എല്ലാവർക്കും ആ ഒരു എന്താ പറയുന്നത്, അവനായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങ് ജീവിച്ചു പോയാൽ മതി. അവൻ ജീവിക്കുന്നു, അവൻ കഷ്ടപ്പെടുന്നു, ആ കഷ്ടപ്പാടിന് എന്താ പറയുന്നത് ദൈവം തുണച്ചാൽ മതി എന്ന അത്ര വിചാരമുള്ളൂ. അല്ലെ ദൈവവചനമനുസരിച്ച് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നുള്ള തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഇവിടെ പ്രിയമുള്ളവരെ, മോശയെ ദൈവം വിളിക്കുകയാണ്. എന്തിനാണ് അവൻ എന്തിനു വേണ്ടിയാണോ മോശയെ ദൈവം ഫറവോൻ്റെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചത്, ആ ഉദ്ദേശം നിറവേറ്റേണ്ട സമയമായി ഇപ്പോൾ. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ അവിടെ നമ്മൾ വായിക്കുന്നത് 11-14 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ, ഫറവോയുടെ അടുക്കൽ പോകണമെന്ന് മോശയോട് പറയുന്നു. ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഞാൻ ആരാണ്, എനിക്കതിനുള്ള കഴിവുണ്ടോ എന്ന് ചോദിക്കും. ഒരു സമയത്ത് അവിടുന്ന് ഇസ്രായേൽ ജനത്തിന് വേണ്ടി പക്ഷം പിടിച്ചപ്പോൾ, ഇസ്രായേൽ ജനത്തിന് വേണ്ടി അവരുടെ കൂടെ ഇറങ്ങിയപ്പോൾ ഇസ്രായേൽ ജനത്തിനും അവനെ മനസ്സിലായില്ല, ഫറവോയ്ക്കും മനസ്സിലാവാഞ്ഞുകൊണ്ട് കൊല്ലാൻ അന്വേഷിച്ചതാണ്. മരണത്തിൽ നിന്ന് ഒരു എന്താ പറയുന്ന ഒരു പ്രകാരത്തിലാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇനി തിരിച്ചങ്ങോട്ട് ചെല്ലാൻ ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുന്നതാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നതെന്നതിന് ഇതായിരിക്കും അടയാളം എന്ന് പറഞ്ഞാൽ നീ മുഖാന്തരം ഈജിപ്തിൽ നിന്ന് ജനത്തെ കൊണ്ടുവരുമെന്ന് പറയുകയാണ്. ആരാണ് നീൻ്റെ പേരെന്താണ്, നീ ആരാണെന്ന് ഫറവോ ചോദിച്ചാൽ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ ചോദിച്ചാൽ എന്ത് പറയണം? ദൈവം പറയുന്നു, ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുന്നതിന് നീ ആകുലപ്പെടേണ്ട, നീ ഉത്കണ്ഠപ്പെടേണ്ട. ആ കൃത്യസമയത്ത് നിന്നിലൂടെ ഞാൻ പ്രവർത്തിക്കുമെന്ന് ദൈവം പറയുകയാണ്. ഇന്ന് പ്രിയമുള്ളവരെ, ഒത്തിരി ആളുകൾക്ക് പലതും പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ അവരുടെ ബുദ്ധിയിൽ ആലോചിച്ചിട്ട് ഇതെങ്ങനെ പ്രവർത്തിക്കും, എന്ത് ചെയ്യുമെന്നുള്ള വലിയ ഉത്കണ്ഠയിലാണ് അവൻ നടക്കുന്നത്. എങ്ങനെ പ്രവർത്തിക്കും, ഏതൊക്കെ പ്രവർത്തിക്കും എന്നുള്ള വലിയ ഉത്കണ്ഠയിൽ അവൻ യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ആ ഭാഗം വിടാം. ഒന്ന്, മോശ ദൈവത്തെ കണ്ടുമുട്ടുന്നത് ഒരു അത്ഭുതത്തിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു അടയാളം കണ്ട് ഒരു ദൃശ്യത്തിലൂടെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ മോശ ദൈവപുരുഷനായി തീർന്നു, മോശ ദൈവത്തിൻ്റെ സുഹൃത്തായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം നമ്മളെ വിളിക്കുന്ന ഓരോ വിളിയും നമ്മളതിൻ്റെ ആഴത്തിലേക്ക് കടന്ന് ചിന്തിക്കുമ്പോൾ, ഇന്ന് പ്രത്യേകിച്ച് പരിശുദ്ധ കന്യകമറിയാമിൻ്റെ ജനന തിരുനാൾ കൂടി ആഘോഷിക്കുന്ന സഭയിൽ ഈ ആഘോഷിക്കുന്ന ഈ ഞായറാഴ്ച കൂടിയാകുമ്പോൾ ആ മുൾപ്പടർപ്പ് മറിയമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ നമുക്ക് കൂടുതൽ ധ്യാനിക്കുവാനും കൂടുതൽ മനസ്സിലാക്കുവാനും അതുവഴി മോശയെ പോലുള്ള മാതാവിനെ പോലെയുള്ള ഒത്തിരി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ശുദ്ധിമതികളെയും വിശുദ്ധന്മാരെയും ആഴത്തിൽ പഠിക്കുവാനും ധ്യാനിക്കുവാനൊക്കെ നമുക്ക് കഴിയും. രണ്ടാമത്തെ വായനയായിട്ട് ഇവിടെ പറയുന്ന ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങളാണ്. നമുക്കറിയാവുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം കൃത്യമായിട്ടും. അവിടെ പറയുന്നത്, ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു എന്ന് പറയുന്നത്. പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നൻ. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളും എല്ലാം കൊച്ചുമക്കളൊക്കെ കൂടിയിട്ട് ഓരോ ദിവസം നിശ്ചയിച്ചിട്ട് ഇടയ്ക്കിടയ്ക്കിടെ അവർ സൽക്കാരം നടത്തും, വിരുന്ന് നടത്തുമെന്നാണ് പറയുന്നത്. അത് പതിവായിരുന്നു. അത്രമാത്രം ആഡംബരപൂർവ്വം, അത്രമാത്രം സന്തോഷപൂർവ്വം ജീവിച്ച ഒരു കുടുംബമാണ് ഇയ്യോബിൻ്റെ കുടുംബം. മാത്രമല്ല, ഇയ്യോബിൻ്റെ പ്രത്യേകത, ഈ മക്കളിങ്ങനെ സൽക്കാര ദിനങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പാപം ചെയ്തോ, ഈ സൽക്കർമ്മങ്ങളിൽ പാപം ചെയ്തിട്ടുണ്ടോ എന്ന ഒരു ഭയം അവരുടെ ഉള്ളിൽ ജനിക്കുന്നു, ഇയ്യോബിൻ്റെ ഉള്ളിൽ ജനിക്കുന്നു. അതിനുവേണ്ടി അവർ ആ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് ഇയ്യോബ് എന്ത് വരുന്നു, അവരെ എല്ലാവരെയും വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കും. അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുന്നു
എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പ്രിയമുള്ളവർ, ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മളും ചിന്തിക്കണം, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾ നമ്മൾ പല വിധത്തിലുള്ള ആഡംബരങ്ങളോ ആർഭാടങ്ങളൊക്കെ നടത്തുന്നു. എല്ലാം നമുക്ക് ദൈവം ഇങ്ങനെ ധാരാളമായിട്ട് ഉപയോഗിക്കാൻ തന്നിരിക്കുന്നു എന്നുള്ള ഒരു വിചാരത്തിലാണ് നമ്മളിതൊക്കെ കൂട്ടായ്മ എന്ന് പറഞ്ഞ് സഹോദരങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു. മാതാപിതാക്കന്മാരുടെ കൂടെ ഒരു ദിവസം ഇരിക്കുന്നു. പല കുടുംബങ്ങളെയും എനിക്കറിയാം, അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. അന്ന് അവിടെ മദ്യം കഴിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും കഴിക്കുമെന്നാണ് പറയുന്നത്. വലിയ അലമ്പല്ല, സന്തോഷത്തിന് വേണ്ടി. പക്ഷെ ഇവിടെ ഈ അപ്പൻ എന്നുള്ള നിലയ്ക്ക് ഇയ്യോബ് ഈ സൽക്കർമ്മങ്ങളിൽ, ഈ സൽക്കാരത്തിൽ പാപമുണ്ടോ എന്ന് പരിശോധിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷങ്ങളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ആനന്ദത്തിൽ പാപമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പാപമുണ്ടെന്ന് തോന്നുമ്പോൾ ശുദ്ധീകരണവും ആവശ്യമാണ്. കുമ്പസാരം ആവശ്യമാണ്, വിശുദ്ധീകരണ കർമ്മങ്ങൾ ആവശ്യമാണ്. അങ്ങനെ നമുക്ക് ഒരു നല്ല ജീവിതം നയിക്കുവാനായിട്ട് കഴിയുമെന്ന് യോബിൻ്റെ പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും യെശയ്യാപ്രവചനം നമ്മൾ മൂന്നാമത്തെ വായനയായിട്ട് എടുക്കുന്ന യെശയ്യാപ്രവചനമാണ്. യെശയ്യാപ്രവചനത്തിൽ പറയുന്ന, പ്രിയമുള്ളവരെ, 1-ാം അധ്യായം 16 മുതൽ 20 വാക്യങ്ങളാണ്. വളരെ വ്യക്തമാണ് അവിടെ കാര്യങ്ങൾ. 16 മുതൽ 20 വാക്യങ്ങളിൽ പറയുന്നതും അതിൻ്റെ 18-ാമത്തെ വാക്യം വായിച്ചിട്ട് നമുക്ക് 16-ലേക്ക് പോകാവുന്ന നല്ല ഒരു ചിന്തയാണ്. എന്താണെന്ന് വെച്ചാൽ 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിൽ അവ മഞ്ഞ് പോലെ വെണ്മയുള്ളതായിത്തീരും, അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. ഉണ്ടോ? നിങ്ങളുടെ പാപം കടും ചുമപ്പാണെങ്കിലും അത് മഞ്ഞ് പോലെ വെണ്മയുള്ളതായിത്തീരും, രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. ദൈവം പറയാണ്, നമുക്ക് രമ്യതപ്പെടാമെന്ന് പറയാണ്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള അകലം കുറച്ചിട്ട് അനുരഞ്ജനപ്പെടാമെന്ന് പറയുകയാണ്. അപ്പോൾ 16 മുതൽ വാക്യങ്ങൾ നമ്മൾ രണ്ടാമത് വായിക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഈ അനുരഞ്ജനപ്പെടുന്നതിന് ദൈവം ചില കണ്ടീഷൻസ് വയ്ക്കുന്നുണ്ട്. ആ കണ്ടീഷനാണ് പറയുന്നത്, നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവാൻ, ശുദ്ധീകരിക്കാനാണ് പറയുന്നത്. അതിൻ്റെ ഒരു വാക്യം കൂടി മുന്നോട്ട് കയറ്റി വായിച്ചാൽ, നിങ്ങളെത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല, നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും, കാരണം നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. ഇത്തരം പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്തിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ പാപം ചെയ്ത് പാപത്തെ പിന്തുടർന്നുകൊണ്ടാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ കരമുയർത്തുന്നതാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് ദൈവവുമായിട്ട് ഒരിക്കലും യോജിപ്പില്ല. മറിച്ച് വന്ന് യോജിച്ചു കഴിഞ്ഞാൽ, അനുരഞ്ജനപ്പെട്ട് കഴിഞ്ഞാൽ ഈ പാപങ്ങളെല്ലാം ക്ഷമിക്കാമെന്ന് ദൈവം പറയുന്നതായിട്ടാണ് പ്രവാചകനിലൂടെ അവിടെ സംസാരിക്കുന്നത്. അവിടെയാണ് 16-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ, നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നീക്കിക്കളയുവിൻ, നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ. എന്തൊക്കെയാണ് അനർത്ഥങ്ങൾ? അനാഥരോട് നീതി ചെയ്യുവിൻ. ഒരു പ്രധാന പോയിൻ്റാണ്, അനാഥരോട് നീതി ചെയ്യുവിൻ. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനാഥർക്കൊന്നും ഒരിടത്തൊരു നീതിയും കിട്ടുന്നില്ല. അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ. എന്നിട്ടാണ് പറയുന്നത്, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാമെന്ന്. നന്മ പ്രവർത്തിക്കാൻ ശീലിക്കണമെന്ന് പ്രവാചകനോട് ദൈവം പറയുകയാണ്. മർദ്ദനം അവസാനിപ്പിക്കണമെന്ന് പറയുകയാണ്. വിധവകൾക്ക് വേണ്ടി വാദിക്കണമെന്ന് പറയുകയാണ്. അനാഥർക്കും വിധവകൾക്കൊന്നും ഒരു കാലത്തും സമാധാനത്തോടെ ജീവിക്കാൻ ഈ ഭൂമിയിലെ മനുഷ്യർ സമ്മതിച്ചിട്ടില്ല.
പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കുടുംബങ്ങളിലൊക്കെ ഒരു സ്ത്രീ വിധവയായാൽ, ചെറുപ്പക്കാരിയാണെങ്കിൽ അവൾക്കൊരിക്കലും സമാധാനം കിട്ടില്ല. അവളെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ടൊക്കെ ആളുകൾ സംസാരിച്ച് നടക്കും. പിന്നെ അവളുടെ ഭർത്തൃ വീട്ടുകാർ ഒരു സെൻറ്റ് ഭൂമി പോലും സ്വന്തമായിട്ട് കൊടുക്കില്ല. അവളുടെ പേരിലായി കഴിഞ്ഞാൽ അവൾ വേറെ വിവാഹം കഴിച്ചൊക്കെ പോകും, ഞങ്ങളുടെ ഭൂമി പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാക്സിമം പീഡിപ്പിക്കാവുന്നത് പീഡിപ്പിക്കും. ഒരു സ്വാതന്ത്ര്യവും ഈ വിധവന്മാർക്കുണ്ടാവുകയില്ല. പല വിധവന്മാരും കണ്ണീരോടെ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു സ്വൈര്യവും ഒരു സമാധാനവും കിട്ടില്ല. സമൂഹത്തിൽ നിന്ന് ഒട്ടുമില്ല, വേറെ രീതിയിലുള്ള തെറ്റായ നോട്ടങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളും രീതികളൊക്കെ. അവിടെയൊക്കെയാണ് ദൈവം പറഞ്ഞത്, വിധവയോടൊക്കെ എന്താ പറയുന്നത്, ന്യായം നടത്തി കൊടുക്കണമെന്ന്. വിധവകൾക്ക് വേണ്ടി വാദിക്കണം. വിധവയെ ഏതെങ്കിലും വിധത്തിൽ ചൂഷണം ചെയ്യാൻ നോക്കിയിട്ട് വഴങ്ങാതെ വരുമ്പോൾ അവളെ ഇല്ലായ്മ ചെയ്യാനുള്ള തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ട് നടക്കലല്ല വേണ്ടത്, അവൾക്ക് വേണ്ടി വാദിക്കണമെന്ന്. അവൾക്ക് ഭൂമിയിൽ സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടെ ജീവിക്കാൻ വേണ്ട അവസരമുണ്ടാക്കി കൊടുക്കണം. അവൾക്കെതിരെ ആരെങ്കിലും അനീതി പെരുമാറുമ്പോൾ അവൾക്ക് വേണ്ടി വാദിക്കണമെന്ന് ദൈവം പറയുകയാണ്. എന്നിട്ട് വരിക, അപ്പോൾ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടാമെന്നാണ് പറയുന്നത്. വിധവേനെയും അനാഥിനെയൊക്കെ പീഡിപ്പിച്ചുകൊണ്ട് കുർബാന അനുഭവിക്കാൻ നിന്നാൽ അത് ദൈവസന്നിധിയിലെ കുറ്റകരമായി തീരുമെന്നുള്ള തിരിച്ചറിവ് പ്രിയമുള്ളവരെ ഉണ്ടായിരിക്കണം. അപ്പോൾ വലിയൊരു ആഹ്വാനമാണ്. അതെങ്ങനെ നിങ്ങളുടെ പാപം ഈ നന്മ ചെയ്യാൻ ശീലിച്ചും നീതി അന്വേഷിച്ചും മർദ്ദനം അവസാനിപ്പിച്ചും വിധവയ്ക്ക് വേണ്ടി വാദിച്ചും അനാഥർക്ക് നീതി നടത്തിക്കൊണ്ടൊക്കെ വന്നാൽ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 19-ാമത്തെ വാക്യം ഒരു താക്കീതാണ്. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുന്നതാണ്. ഈ വചനം അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാലോ വാളിനിരയായിത്തീരും, കർത്താവ് അരുളി ചെയ്തിരിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തുനിന്നും കൂടി കടന്നു പോകാം. നമുക്ക് ഒരു നല്ല നീതിബോധമുള്ള ജീവിതത്തിൻ്റെ ഉടമകളായി തീരണമെന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് കടക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ 1 പത്രോസിൻ്റെ ലേഖനത്തിൽ ആണ് നമ്മൾ വായിക്കുന്നത്. 1 പത്രോസ് വലതുവശത്തെ വായന, പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 2-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങളാണ്. അത് നമ്മൾ നേരത്തെ വായിച്ചതുപോലെയുള്ള ഭാഗങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ചിന്ത തന്നെയാണ് അതിനകത്തും പറഞ്ഞിരിക്കുന്നത്. 1 പത്രോസ് 2-ന്റെ 1 മുതൽ 5 വരെ. നിങ്ങൾ എല്ലാം തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യശിലയാണ് അവൻ. നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ. പത്രോസ്ലീഹ പറയാണ്, എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയവും അപവാദവും ഉപേക്ഷിക്കുവിൻ. ഇതാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. എന്നിട്ടോ സജീവ ഇളം പൈതങ്ങളെപ്പോലെ പാലിനു വേണ്ടി എന്ന് പറഞ്ഞാൽ നിർമ്മല സുവിശേഷത്തിനു വേണ്ടി, വിശുദ്ധ സുവിശേഷത്തിനു വേണ്ടി എന്താ പറയുന്നത്, ദാഹിക്കുവിൻ എന്നാണ് പറയുന്നത്. ദാഹിക്കുവിൻ. പാപം ചെയ്ത് ജീവിച്ച് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കുകയല്ല. പാപമില്ലാത്ത ജീവിതം നയിച്ചുകൊണ്ട് പുണ്യപ്രദമായ ജീവിതം നയിക്കുവാൻ വേണ്ട ദൈവവചനത്തിന് ഒരു പൈതലിനെ പോലെ, ഒരു ഇളം കുഞ്ഞിനെ പോലെ ദാഹിക്കുമ്പോൾ അതിൻ്റെ അമ്മയുടെ മുലപ്പാലിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് പോലെ ദൈവവചനത്തിൻ്റെ അടുത്തേക്ക് വന്ന് ദാഹിച്ച് ആ വചനത്തെ സ്വീകരിക്കാനാണ് പറയുന്നത്. സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. സജീവശില എന്ന് പറഞ്ഞാൽ ജീവനുള്ള പാറ. ജീവനുള്ള പാറയെ നമുക്ക് സമീപിക്കും. ജീവനുള്ള പാറ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യശിലയാണവൻ. ആ യേശുക്രിസ്തുവിലേക്ക് വരാൻ പറയുകയാണ്. എങ്ങനെ?
സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ എന്ന്. ഒരിക്കലും തകർന്നു പോകാത്ത അത്ര ഉറപ്പുള്ള ഒരു പാറയായി നമ്മുടെ വിശ്വാസ ജീവിതം വളരട്ടെ എന്ന് പത്രോസ്ലീഹ ആശംസിക്കുകയാണ്. എന്നിട്ട് ക്രിസ്തുവിന്, യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ എന്ന്. യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് വിശുദ്ധ ബലി അർപ്പിക്കുക. അതുകൊണ്ട് നമുക്ക് പ്രിയമുള്ളവരെ, എല്ലാ തിന്മയും വിട്ട് വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിച്ച് നമുക്ക് തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ പ്രവർത്തിക്കുവാൻ, ദൈവസന്നിധിയിൽ നിൽക്കുവാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അതിന് കാരണം വീണ്ടും പൗലോസ്ലീഹ പറയുന്നത് കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 3:16 മുതൽ 21 വരെ വാക്യങ്ങളാണ്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടുള്ളൊരു വചനമാണത്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആലയം നിങ്ങൾ തന്നെയാണെന്ന് പറയുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അപ്പോൾ ആ ഒരു പുരോഹിത വർഗമാണ്, ആ ഒരു സജീവ ശിലയാണ് നമ്മൾ. ആ സജീവ ശിലയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അവിടെ എന്താ പറയുന്നത്, ദൈവത്തിന് സ്വീകാര്യമായ ബലിയർപ്പിക്കാൻ വിളിക്കപ്പെട്ട പുരോഹിത ഗണമാണ് എന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും പൗലോസ്ലീഹയുടെ വാക്കും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നാം തന്നെയാണ് ആലയമെന്ന് പറയുകയാണ്. നാം തന്നെയാണ് മന്ദിരം, ദൈവമന്ദിരം. അതുകൊണ്ട് നമ്മൾ തിന്മയും അസൂയയും കലഹമൊക്കെ നിറഞ്ഞ മദ്യപാനം, വെറുക്കൂത്ത്, ഈ എന്താ പറയുന്ന ജഡത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മളെ ദൈവം നശിപ്പിക്കും എന്നാണ് പറയുന്നത്. കാരണം ദൈവം വസിക്കുന്ന ആലയമാണ് നമ്മൾ എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. ദൈവം വസിക്കുന്ന ആലയമാണ്. ആ ഒരു പ്രിയമുള്ളവരെ, ആ ഒരു ചിന്തയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് കഴിയണം. നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്ക് ജീവിക്കാനായിട്ട് കഴിയണം. വീണ്ടും നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം, വിശുദ്ധ മർക്കോസ് 6:1 മുതൽ 6 വരെ വാക്യങ്ങളാണ് വായിക്കുന്നത്. അവിടെ യേശുക്രിസ്തു തൻ്റെ സ്വന്തം നാട്ടിൽ, സ്വന്തം ഭവനത്തിൽ ഒരു സാബത്ത് ദിവസം സിനഗോഗിൽ പഠിപ്പിക്കുമ്പോൾ അവർ പലരും യേശുവിൻ്റെ ജ്ഞാനം കണ്ട് ആശ്ചര്യപ്പെട്ടു, വചനം കേട്ട് ആശ്ചര്യപ്പെട്ടു. ഇവന് ഇതെല്ലാം എവിടെ നിന്ന്, ഇവന് കിട്ടിയ ജ്ഞാനം എന്ത്, എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്, ഇങ്ങനെ ആശ്ചര്യപ്പെട്ടു ഇവർ. എവിടെ നിന്നാണ് ഇവന് ഈ ജ്ഞാനം? കാരണം ഇവൻ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെന്നുള്ള നിലയ്ക്കാണ് അവർ കാണുന്നത്. ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എപ്പോഴും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പക്ഷെ ദൈവം അത് സാധാരണക്കാരൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടാൽ അംഗീകരിക്കില്ല. അതൊരു വലിയ കുറവാണ്. ഇന്നത്തെ വിശ്വാസികളുടെ ഇടയിൽ ദൈവം ഇങ്ങനെ അനുഗ്രഹം കൊടുത്തു വിടുന്നത് മേൽപ്പട്ടക്കാരുടെ കൈകളിലൂടെയും പട്ടക്കാരുടെ കൈകളിലൂടെയും സുവിശേഷകരുടെ കൈകളിലൂടെയും പിന്നെ എന്താ പറയുന്നത് പാസ്റ്റർമാരുടെ കൈകളിലൂടെയൊക്കെയാണെന്ന ധാരണയാണ്. അത് നല്ലതാണ്. പക്ഷെ ഒരു ഭിക്ഷക്കാരൻ്റെ കയ്യിലൂടെ ദൈവം അനുഗ്രഹം കൊടുത്തു വിടുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ന് മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. ഒരു പാവപ്പെട്ടവൻ്റെ കരങ്ങളിലൂടെ ദൈവം അഭിഷേകം കൊടുത്തു വിടുന്നുണ്ടെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ കർണാടകത്തിൽ ഒരു എന്നാർപുര ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ ഒരു യാക്കോറ്റുപള്ളിയിൽ ധ്യാനം നടത്തുമ്പോൾ ഷിമോഗ ടൗണിലേക്ക് ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ആ ധ്യാനത്തിന് കൂടിയ ആളുകളെല്ലാം കൂട്ടിക്കൊണ്ട് തെരുവിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോയി. തെരുവിൽ അലഞ്ഞു നടക്കുന്ന ഭിക്ഷക്കാരെ എന്താ പറയുന്നത് കാണുവാനും അവരുടെ വേദനകളും വിഷമങ്ങളൊക്കെ മനസ്സിലാക്കാൻ ആ ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട് അവരെ ചോറ് പൊതിയൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ജോൺസൺ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അച്ഛനാണ് ആ പള്ളിയുടെ വികാരി.
അച്ഛനും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അച്ഛനൊരു ഭിക്ഷാടകനായൊരു മകന് ചോറ് കൊടുത്തു. നിങ്ങളെയൊക്കെ കാണാൻ വന്നതാണ്. കന്നഡ ഭാഷയിൽ അച്ഛൻ സംസാരിച്ചു. അച്ഛൻ കന്നഡക്കാരനാണ്. ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞു. ഭിക്ഷക്കാരൻ അച്ഛനോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരവണ്ണം ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി എന്ന് പറയുകയാണ്. ഭിക്ഷയൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അച്ഛൻ സ്നേഹത്തോടെ അദ്ദേഹത്തിന് ആ ചോറൊക്കെ പൊതിയൊക്കെ അഴിച്ചു വെച്ച് കൊടുത്തു. എന്നിട്ട് ആ ഊണെല്ലാം കഴിയുന്ന ഒരു അച്ഛൻ ആ കൂട്ടത്തിലിരുന്നു. ഊണ് കഴിഞ്ഞ് അദ്ദേഹം കൈ കഴുകിയതിന് ശേഷം അച്ഛൻ ആ തെരുവിൽ, ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ അച്ഛൻ മുട്ടുകുത്തി. തെരുവിൽ ഇങ്ങനെ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്ന റോഡ് സൈഡിലാണല്ലോ, മുട്ടുകുത്തി. എന്നിട്ട് ഈ ഭിക്ഷക്കാരനോട് അച്ഛൻ പറഞ്ഞു, എൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ ഭിക്ഷക്കാരൻ കൈകൾ വിറച്ച് അദ്ദേഹം എന്താ പറയുന്നത്, സ്നാപയോഹന്നാൻ്റെ അടുത്ത് സ്നാനപ്പെടാൻ വന്ന യേശുവിനെ പോലെ, സ്നാപയോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ ഞെട്ടി വിറച്ചതുപോലെ ആ ഭിക്ഷക്കാരൻ അച്ഛൻ്റെ അടുത്ത് ഞെട്ടുകയാണ്. ഞാനോ, നിങ്ങൾ എന്നെ അനുഗ്രഹിക്കേണ്ടതിന് പകരം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കണമോ എന്ന ചോദ്യത്തിൽ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, സാരമില്ല സഹോദര, നിങ്ങളെന്നെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന്. എന്തൊരു എളിമയാണ് അപ്പോൾ ആ അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ ആ 3-4 ദിവസത്തെ ധ്യാനം കൊണ്ട് സ്വീകരിച്ചത്. അന്ന് വരെ അച്ഛൻ ഒരു ഭിക്ഷക്കാരനെ കാണുമ്പോൾ ഒരു സഹതാപം തോന്നി, ഒരു 10 രൂപ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 1 രൂപ കൊടുക്കാം, അങ്ങനെ ഏതെങ്കിലും അച്ഛൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള കഴിവിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കാമെന്നുള്ള ഒരു വിചാരമായിരിക്കാം അച്ഛൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നത്. പക്ഷേ ആ 3-4 ദിവസത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ അച്ഛനെ അനുഗ്രഹിക്കുന്ന ഭിക്ഷക്കാരനെ അച്ഛൻ കാണുകയാണ്. കാരണം എന്താ? ആ പാപത്തിൽ യേശു വസിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം, പട്ടക്കാരിലും മേൽപ്പട്ടക്കാരിലും പാസ്റ്റർമാരിലും ഉപദേശികളിലും മാത്രമല്ല, അവരുടെ കരങ്ങളിലൂടെ മാത്രമല്ല ഈ അഭിഷേകം വരുന്നത്, ഈ അനുഗ്രഹം വരുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിലുള്ള ജ്ഞാനം കണ്ടിട്ടും കേട്ടിട്ടും ഇവർ അത്ഭുതം കോരുന്നുണ്ടെങ്കിലും, പക്ഷെ അവർക്ക് സംശയം, ഈ മരപ്പണിക്കാരനായ ഈ യൗസേപ്പിൻ്റെ വീട്ടിൽ ഈ മറിയത്തിൻ്റെ മകൻ ഈ സാധാരണ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന്, പ്രത്യേകിച്ച് യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയത്തക്ക ഒരു എന്താ പറയുന്നത് കുലമഹിമയൊന്നുമില്ല. കാരണം അവിടെ ഒരു തെറ്റായ ഒരു ജനനത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. യോസേപ്പിന് വിവാഹം നിശ്ചയം ചെയ്തിട്ടേ ഉള്ളൂ, കൂടി വരുന്നതിന് മുമ്പ് തന്നെ ഗർഭം ധരിക്കപ്പെട്ടു. അപ്പോൾ യോസേപ്പ് അങ്ങനെയൊരു ഭാരം ഏറ്റെടുക്കുകയാണ് ചെയ്തതെന്നുള്ളൊരു ധാരണ അവിടെയുണ്ട്. മറിയം അവിഹിതമായി ഗർഭം ധരിച്ചതിനെ യോസേപ്പ് ഏറ്റെടുത്തു. അപ്പോൾ ഒരു അവിഹിത സന്തതി എന്നുള്ള ചിന്ത വരെയും കുറച്ചും കൂടി മുന്നോട്ട് നമ്മൾ വചനം വായിച്ച് പോകുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് പലയിടത്തും. അതുകൊണ്ട് ഇവിടെ വളരെ ഒരു ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനും, അതുകൊണ്ട് വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവനിൽ ഇടറി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളൊക്കെ വരുന്നത് വലിയ വലിയ ആളുകളിലൂടെയാണെന്നുള്ള ഒരു ധാരണ. പ്രിയമുള്ളവരെ, തെറ്റുപറ്റി. പഴയ നിയമകാലത്ത് ദൈവം ഒരുപക്ഷെ അങ്ങനെയായിരുന്നിരിക്കും കൊടുത്തിരുന്നത്. എന്നാൽ ദൈവം കാലത്തിൻ്റെ പൂർണ്ണതയിൽ പാവപ്പെട്ടവനിലൂടെയാണ് വലിയ വലിയ ആളുകളെ അനുഗ്രഹിക്കുന്നത്. പാവപ്പെട്ടവൻ. അതുകൊണ്ട് നീ എത്ര ഉന്നതനായാലും നീ എളിമപ്പെടണമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നീ എത്ര ഉന്നതനാണെങ്കിലും നീ എളിമപ്പെടണം. അതുകൊണ്ട് യേശുവിനവിടെ ഒന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. ഒരു പ്രവാചകനും സ്വന്തം ഭവനത്തിലും സ്വന്തം ദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലുമല്ലാതെ അവമാനിക്കപ്പെടുന്നില്ല എന്ന് പറയാണ്. സ്വന്തം നാട്ടിലല്ലാതെ അവമാനിക്കപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, വളരെ വ്യക്തമാണ് വചനം. ആദ്യ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കേട്ടതും ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടതും എല്ലാം നമ്മളെപ്പോഴും ഒരു പാവങ്ങളെ കാണുമ്പോൾ, ഒരു പട്ടിണി പാവങ്ങളെ കാണുമ്പോൾ ഒരു പുച്ഛത്തോടു കൂടി കടന്നു പോകാതെ അവനിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ
അവനങ്ങനെ ഇവിടെ ഒരു പാവപ്പെട്ടവനായിരിക്കാനുള്ള കാരണമെന്തെന്ന് അന്വേഷിച്ചുകൊണ്ട് അവനിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ വാങ്ങാൻ തക്കവണ്ണമുള്ള ഒരു എളിമ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടത് നല്ലതാണ്. ഒരു വിനയം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടത് നല്ലതാണ്. ഈ വചനങ്ങളെ കൊണ്ടെല്ലാം നമുക്ക് ഒത്തിരി കൃപ, ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തരട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഈ ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമാകുന്ന ഈ ഭാഗം നമ്മൾ ധ്യാനിച്ചു പോരുകയായിരുന്നു. വളരെ ചെറുതായി, വളരെ ലളിതമായി നമ്മൾ ധ്യാനിച്ചുവെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ലഭിക്കപ്പെടുവാൻ ഇടയായി. ഏതൊരു പാവപ്പെട്ടവനിൽ നിന്നും, ഏതൊരു അനാഥനിൽ നിന്നും, ഏതൊരു വിധവയിൽ നിന്നും എൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ഒഴുക്കുവാൻ ദൈവം കാത്തു നിൽക്കുമ്പോൾ ഞാൻ ആ അനുഗ്രഹങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനും സുഖസൗകര്യങ്ങൾക്കും വേണ്ടി ഞാൻ ജീവിക്കുന്ന ഒരു ജീവിതമാണോ എൻ്റേതെന്ന് പരിശോധിക്കുക. ഈ കുർബാനയിലൂടെ, ഈ ആരാധനയ്ക്ക് ഒരുക്കമാകുന്ന ഈ ധ്യാനത്തിലൂടെ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഇത് അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ ഇത് പകർന്നു കൊടുക്കണം. എല്ലാ ദിവസവും നിങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ വചനം കേൾക്കുന്നുണ്ടല്ലോ. ഈ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ദൈവം അത് തീർത്തു തരുവാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. എല്ലാ നന്മകളും, പ്രത്യേകിച്ച് ഇവിടെയുള്ള ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, ഇവിടെയുള്ള അനാഥരായ, ദരിദ്രരായ മാനസിക രോഗികളെ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ടല്ലോ. കഴിഞ്ഞ 30 വർഷമായി ഇവരെ ഞങ്ങൾ പരിചരിച്ച് ശുശ്രൂഷിച്ച് വരുമ്പോൾ ഇവരെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും അനേകർക്ക് വേണ്ടി അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന അവർ നടത്തുകയും ചെയ്യുന്ന ഒരാലയമാണിത്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ജീവിക്കുന്നൊരു സ്ഥലമാണിത്. വെറുതെ വായുവിൽ മുഷ്ടി ചുരുട്ടുകയല്ല, സുവിശേഷം എന്ന് പറയുന്നു, അതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം നിലകൊള്ളുന്ന ഒരു സ്ഥലമാണിവിടെ. എല്ലാവരും ആ സുവിശേഷം പറയുന്നത് അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ പ്രസംഗത്തിന് വലിയ കെട്ടും മട്ടും ഭാവമൊന്നുമില്ലെങ്കിലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് വലിയ ആലങ്കാരിക ഭാഷകളൊന്നുമില്ലെങ്കിലും ആ ജീവിതശൈലി നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാകുന്നത് ഈ ആലയത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നവരിൽ അങ്ങനെ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ടാണ്. ഭിക്ഷാടകരായ ആരോരുമില്ലാത്ത ആളുകളിൽ നിന്ന് അനുഗ്രഹം വാങ്ങി, അനുഗ്രഹം അവരിലൂടെ നമുക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെട്ട് അനാഥർക്കും വിധവകൾക്കൊക്കെ നീതി ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരിടത്ത് നിന്നുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ബലഹീനനായ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ സംസാരത്തെ നിങ്ങൾ ഒരിക്കലും അവഗണിച്ചു പോകുന്നത് നിങ്ങൾക്ക് ശുഭകരമല്ല. ഇത് അനേകരിലേക്ക് എത്തിക്കുവാനും അങ്ങനെ നീതി നിറഞ്ഞൊരു രാജ്യം, ദൈവരാജ്യം നമുക്ക് നമ്മുടെ ഇടയിൽ വരുത്തുവാനും ദൈവം നമ്മളെ സഹായിക്കും. ഇടയാകട്ടെ എന്ന് പ്രാർത്ഥന നിർത്തുന്നു. എല്ലാം മാനവും മഹത്വവും പൊന്നു തിരുമേനി അവിടത്തേക്കുള്ളതാണ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.